സഹോദരി സഹോദരന്മാരെ, പ്രിയ നാട്ടുകാരെ, അല്പം മുമ്പ് മയ്യഴി ബസിലിക്കയുടെ പിതാവ് സുദീർഘവും വളരെ ഹൃദയസ്പർശിയും അതുപോലെ തന്നെ രാജ്യസ്നേഹം തുളുമ്പുന്നതുമായ ഒരു പ്രസംഗം എല്ലാ വശവും തൊട്ടുകൊണ്ടുകൂടെ കേൾപ്പിച്ചു നിങ്ങളെയൊക്കെ. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. വളരെയേറെ അച്ചടക്കരാഹിത്യവും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയുള്ള ആയുധങ്ങളും വടക്കോപ്പുകളും ഉള്ളതാണ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയത്തിന് കാരണം. മുഖ്യമായും സേനയുടെ അച്ചടക്കം തന്നെയാണ്. അതിന് നേതൃത്വം വഹിക്കാൻ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഏത് കാര്യവും അതുപോലെ തന്നെ സൈനിക മേധാവികളിൽ നിന്ന് കിട്ടുന്ന എല്ലാവിധ ആവശ്യങ്ങളും കൃത്യതയോടെയും സമയത്തും വളരെ അച്ചടക്കത്തോടും ചെയ്യുന്നതാണ് ഈ സേനയ്ക്ക് ഈ വിജയത്തിന് കാരണമായി തീർന്നത്. അച്ചടക്കം ഒരു രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായ സംഗതിയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരം നമ്മൾക്ക് പല പ്രാവശ്യമായിട്ട്, അതായത് 1947, 48, 1991, 1999, ഇപ്പോൾ 2025 നമുക്ക് നമ്മുടെ അയൽദേശമായ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. നമുക്ക് അതിനുള്ള പ്രതിരോധം എന്ന നിലയിലാണ് നാം അങ്ങോട്ട് ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളോ അവരുടെ മറ്റ് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മളൊന്നും തന്നെ തകർത്തിട്ടില്ല. അവസാനം ഗത്യന്തരമില്ലാത്ത അവസരത്തിലാണ് മെയ് 8-ാം തീയതി നമ്മുടെ ഓപ്പറേഷൻ ഒരു പ്രതികാരമെന്ന ഒരു പ്രതിരോധം എന്ന നിലയിൽ പാകിസ്ഥാൻ്റെ മിക്ക വിമാനത്താവളങ്ങളും നമ്മൾ തകർക്കേണ്ടി വന്നത്. 2 ദിവസത്തെ ഓപ്പറേഷൻ കൊണ്ട് തന്നെ നമ്മളുടെ സൈനിക ശക്തി ഈ ലോകത്തെ വിളിച്ച് കാണിക്കാൻ സാധിച്ചു. അത് ഏറ്റവും വലിയ വിജയമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സൈനികരെയും അതിന് ചുക്കാൻ പിടിക്കുന്ന മേൽഘടകത്തിലുള്ള ആൾക്കാരെയും നാഷണൽ എക്സിബിഷൻ കോർഡിനേഷൻ കമ്മിറ്റി മാഹിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാനൊരു ചെറിയ വാക്കിവിടെ ഉപസംഹരിച്ചു കൊള്ളുന്നു. ജയ് ഹിന്ദ്.